ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഒരു വീട്ടിൽ തന്നെ രണ്ട് യൂട്യൂബർ ഉണ്ടാവുമ്പോൾ ഒരേ ബിസിനസ് തന്നെ നമ്മൾ ജ്യേഷ്ഠാനിയന്മാർ ചെയ്യുമ്പോൾ തല്ലുകൊടുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മളുടെ തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, അജൂസ് വേൾഡ്. അജൂസിൻ്റെ ഒരു 7 വർഷമായിട്ട് അദ്ദേഹം ഈ യൂട്യൂബ് രംഗത്തുണ്ട്. അജൂസിലൂടെയാണ് അജൂസിൻ്റെ ഫാമിലിയുടെ പ്രത്യേകത നമ്മൾ അറിയുന്നത്. അയാളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വീഡിയോ തന്നെ അവരുടെ 6 സഹോദരന്മാർ ഒരേ കോമ്പൗണ്ടിൽ ജീവിക്കുന്ന അത്യപൂർവമായിട്ടുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം ബന്ധുക്കളിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുള്ള ഒരു കാലത്ത് ഒരു 6 സഹോദരങ്ങൾ ഒരുമിച്ച് ഒരേ കോമ്പൗണ്ടിൽ തന്നെ തൊട്ട് വീടുകൾ പണിത്. ഏകദേശം ഒരു 3 ഏക്കർ 2.5 ഏക്കർ ആണെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു സ്ഥലം. അതിൻ്റെ കോമൺ ആയിട്ടുള്ള കോമ്പൗണ്ട് വാളാണ്, അതിന് കോമൺ ആയിട്ടുള്ള ഗേറ്റ് ഉണ്ട്. അവിടെ അവരുടെ വീടിൻ്റെ പേര് ഒല്ലൂരാണ് അവരുടെ വീട് എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഇവരുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ അജൂസ് വേൾഡ് വളരെ വേഗം ഫേമസ് ആവുന്നു. അയാൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ആയിരുന്നു. തുടക്കത്തിൽ മുതലേ അവർ പാചകവും പിന്നെയാണ് ഫാമിലിയെ പതുക്കെ കാണിക്കുന്നതും. പിന്നെ അയാൾ ചെറിയ ചെറിയ സ്കിറ്റുകൾ, നാടക കമ്പക്കാരനാണ്, അത്യാവശ്യം നാടകങ്ങൾ എഴുതുന്ന ആളാണ്. അങ്ങനെ ഒരു ഡൈമെൻഷണൽ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ അയാളുടെ യൂട്യൂബ് വിജയിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ ഫാമിലിയിൽ നിന്ന് തന്നെ വേറൊരു യൂട്യൂബറും കൂടി വരികയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, ഈ യൂട്യൂബറിൻ്റെ വളരെ സപ്പോർട്ടോടു കൂടിയായിരിക്കും അവരുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ജ്യേഷ്ഠനും വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വളരെ സ്നേഹത്തിലുള്ള ആളുകളാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എൻ്റെ വീട്ടുകാരെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ വളരെ വിഷമത്തോടു കൂടി യൂട്യൂബ് എന്നുള്ള രംഗത്ത് പിടിച്ചു നിൽക്കുകയാണെന്നുള്ള ഒരു സത്യം വെളിപ്പെടുത്തിയിട്ട് ജ്യേഷ്ഠൻ്റെ വൈഫ് രംഗത്ത് വരികയാണ്. എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ വീട്ടിൽ നിന്ന് ഒരു സഹായവും കിട്ടിയില്ല. ഞാൻ പുറത്തുള്ള ഒരാളുടെ സഹായത്താലാണ് ഈ യൂട്യൂബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയത്. എനിക്ക് ആ യൂട്യൂബ് എന്നുള്ള മീഡിയയോട് തുടങ്ങാൻ ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും, സ്വന്തം വീട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടായിട്ട് പോലും അവരുടെ ഒന്നും സപ്പോർട്ട് കിട്ടാതെയാണ് താൻ നിൽക്കുന്നത് എന്നുള്ള അവരുടെ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് അവരൊരു വീഡിയോയിൽ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സബ്സ്ക്രൈബേഴ്സിന് ചെറിയ ചെറിയ സംശയങ്ങൾ. ഇവർ ഒരുമിച്ച് ഒരിക്കലും ഒരു വ്ളോഗ് ചെയ്യാറില്ല. അങ്ങനെ ഒരു വീട്ടിലെ 2 പേര് 2 ദിശയിൽ ചെറിയ രീതിയിലൊക്കെ നീരസം ഉള്ളുകൊണ്ട്, എന്നാൽ പുറമേയുള്ള അവരുടെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ ഇവരെല്ലാവരും ഒത്തുചേരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 2 ചേരിയിലാവുമ്പോൾ 2 ചേരിയിലും മറ്റുള്ളവരും ആവും അല്ലേ. ഓരോരുത്തരുടെയും സെറ്റ് പിടിച്ചിട്ട് ആ ജ്യേഷ്ഠാനിയന്മാരുടെ ഇടയിൽ ചെറിയൊരു സ്പ്ലിറ്റൊക്കെ ഉണ്ടാവാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ഐക്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമവും അതിൻ്റേതായിട്ടുള്ള കുത്തുവാക്കുകളൊക്കെ ആ ജ്യേഷ്ഠൻ്റെ വൈഫ് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അവർ വളരെ വിജയകരമായിട്ട് ഇവരുടെ ചാനലിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരൊരു 3 വർഷമായിട്ടുള്ള രംഗത്ത് ഇവരൊരു 7 വർഷത്തോളമായിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ഓരോ വീഡിയോകളും വളരെ താല്പര്യപൂർവ്വം, ഇതിൻ്റെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഈ കുറുക്കൻ ആടുങ്ങളെ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന പോലെ അതിൻ്റെ ഇടയിൽ ചില സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈയിടെയായിട്ട് ഇവർ വളരെ പെറ്റ് ലവേഴ്സാണ്. അപ്പോൾ അനിയൻ്റെ ഒരു ഹോബി എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നാടൻ നായ്ക്കളെ വന്ധ്യകരണം ചെയ്യിച്ച് തങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു 5-6 നായ്ക്കൾ അവരുടെ കോമ്പൗണ്ടിലുണ്ട്. അതൊരു പെറ്റിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ രാത്രി ഒരു കാവൽ പോലെ അവറ്റങ്ങളെ അയച്ചു വിടുമ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി, അങ്ങനെ പല രീതിയിലാവാം. അതിൻ്റെ ഇടയിൽ ഒരു പെൺപട്ടി ഉണ്ട്. ആ പെൺപട്ടി ഈയിടെയായിട്ട് ഗർഭിണിയാവുന്നു. അതൊക്കെ ഈ ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് അഭയം പോലെ ചെല്ലുന്നു. അത് ഗർഭിണിയാണ്. അപ്പോൾ സ്വമേധയാ എനിക്ക് ആ പ്രസവിക്കാറാവുമ്പോൾ ഓരോ മൃഗങ്ങൾക്കും ഉണ്ടാവുന്ന ഒരു തരം ആവലാതി, ഹോർമോണൽ ചേഞ്ചസ്. അപ്പോൾ അത് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആളുടെ അടുത്ത് പോയി പ്രസവിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ അനിയൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ പേളി പ്രസവിച്ചത് അറിഞ്ഞില്ലേ? പേളി എന്നാണ് ആ പട്ടിയുടെ പേര്. പേളി പ്രസവിച്ചത് അറിഞ്ഞില്ലേ? നിങ്ങൾക്കല്ലെങ്കിൽ പേളിയോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നില്ല ആയിട്ട് ഇവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ മനഃപൂർവ്വം പട്ടികളെ കൊണ്ട് നിർത്താറില്ല. അത് ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ കുത്തുപോലെ. അതായത് ഞങ്ങൾ പട്ടിയുടെ വീഡിയോ പിടിച്ചിട്ട് ഞങ്ങളുടെ സാധാരണ വ്ളോഗിൽ കുത്തി കയറ്റാറില്ല. ഞങ്ങൾ പട്ടിയെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യിപ്പിക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ 2 പേരുടെയും കൃഷിയോടും പെറ്റിനോടുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അനിയൻ്റെ ആ ഒരു വ്ളോഗിനെ സംബന്ധിച്ചിടത്തോളം, അവർ കൃഷിയിൽ അതീവ തൽപരനായിട്ടുള്ള ആളൊന്നുമല്ല. എന്നാലും അയാൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഭാര്യ കൈക്കോട്ട് പിടിക്കുന്നതോ അല്ലെങ്കിൽ പുല്ല് പറിക്കുന്നതോ അങ്ങനെയുള്ള ഈ മാനുവൽ വർക്ക് ചെയ്യുന്നതിൽ അയാൾക്ക് താല്പര്യമില്ല. രണ്ടാമത്തെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠൻ്റെ വൈഫും ജ്യേഷ്ഠനും
ഒരുപോലെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കാണിക്കാനുണ്ടാവും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാ കാര്യങ്ങളിലും അവരുടെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ടാവും. അവർക്ക് രണ്ടുപേർക്കും കൃഷി ഒരുപാട് ഇഷ്ടമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വൈഫിനെ കൊണ്ട് അധികം ഹാർഡ് വർക്ക് ചെയ്യണം. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. ഇനി പെറ്റ് ലവേഴ്സ് അല്ലെങ്കിൽ അവരുടെ മൃഗങ്ങളോടുള്ള സ്നേഹം കമ്പയർ ചെയ്യുമ്പോൾ അനിയനെ സംബന്ധിച്ചിടത്തോളം 3-4 നായ്ക്കളെ അയാൾ വന്ധ്യകരണം ചെയ്ത് അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ആ കോമ്പൗണ്ടിൽ താമസിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതൊരു രാത്രിയൊക്കെ അവയെ അയച്ചു വിടുന്നു, പകൽ കെട്ടിയിടുന്നു. രാത്രി അയച്ചു വിടുമ്പോൾ അത് അവർക്ക് കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കും. പിന്നെ കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ കൃഷി നശിപ്പിക്കാനെത്തുന്ന ചെറിയ മരപ്പെട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവ കുരച്ച് ഓടിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലാഭം മുന്നിൽ കണ്ടായിരിക്കും അവർ ആ പെറ്റിനെ സമീപിക്കുന്നുണ്ടാവുക. അവരൊരിക്കലും പെറ്റിനെ തലോടുന്നതോ അല്ലെങ്കിൽ മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്നതോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അവർ ആ പെറ്റിനെ കൃത്യമായിട്ട് വന്ധ്യകരണം ചെയ്യിക്കുന്നുണ്ട്. അതിനെ കെട്ടിയിടേണ്ട സമയത്ത് കെട്ടിയിടുന്നുണ്ട്. ഈ 2.5 ഏക്കറിൽ അവറ്റങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് സുരക്ഷിതമായിട്ട് പകലൊക്കെ കെട്ടിയിടുന്നു. കാരണം പകലൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരെ കടിക്കാതിരിക്കാൻ രാത്രി അവയെ അഴിച്ചു വിടുന്നു, വീണ്ടും രാവിലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ അവയെ കൊണ്ടുള്ള ഉപകാരത്തിന് തന്നെയായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മുമ്പ് അതായത് ജ്യേഷ്ഠൻ്റെ വൈഫ് വളരെ സ്നേഹത്തോടു കൂടി പെറ്റിനെ സമീപിക്കുന്ന ആളാണ്. ഒരു പൂച്ച അവരുടെ മുമ്പ് അവരുടെ ഒരു പൂച്ച അവരെ കടിച്ച് അതിന് ഇഞ്ചക്ഷൻ എടുക്കുകയും ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അവർ നേരിട്ടിട്ടും അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ആദ്യം ചെയ്യുന്നത് ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കല. ഈ പേളി എന്ന് പറഞ്ഞ പട്ടി ഇവരുടെ അടുത്ത് വന്നതിനെ പറ്റി ഇവർ കൃത്യമായിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പേളീനെ കൊണ്ടുവന്നത് ഇവിടെ അനിയനാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിൽ കുറേ പട്ടികളുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ പേളി ഒരു എന്താ പറയുക ദയനീയമായിട്ട് എന്നെ നോക്കിയൊരു ഓർമ്മയുണ്ട് എനിക്ക് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ പേളി, കാരണം ഞാൻ എവിടേക്കൊക്കെ പോകണം എൻ്റെ അവിടത്തേക്ക് എൻ്റെ പിന്നാലെ അങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പേളിക്ക് ഇവിടെ നിൽക്കണോ, എൻ്റെ ഫുഡ് മതിയോ എന്നൊക്കെ വെച്ചപ്പോൾ ആൾ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഞാൻ അവൾക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുത്തു. അപ്പോൾ അവൾ എന്നും 3, 4, 5 നേരം വരെ അവൾ എൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ എവിടേക്കൊക്കെയോ പോകണം, നമ്മുടെ പിന്നാലെ ഒക്കെ നടക്കൂട്ടാ. പിന്നീടാണ് ഞാൻ ഒരു ദിവസം അങ്ങനെ കിടക്കുകയുണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവൾക്ക് ഗർഭിണിയാണോ എന്ന് സംശയം. ശ്രദ്ധിച്ചപ്പോൾ അത് മനസ്സിലായി. കാരണം അവൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ രാവിലെ എനിക്ക് ഒരുപാട് അവളുടെ വയറിന് വീർത്തോടെ ഇരിക്കുക. ഈ വീഡിയോയിൽ ഇവർ പ്രത്യേകം പറയുന്നുണ്ട് ഇത് ഇവരുടെ അനിയൻ കൊണ്ടുവന്ന പട്ടിയാണ്. ആ പട്ടി കുറച്ച് നാളായി ഇവരോട് അതായത് ദയനീയമായിട്ട് നോക്കുക. ഇപ്പോൾ ഏത് മൃഗമായാലും പൂച്ചയായാലും പട്ടിയായാലും അമ്മയാവാൻ പോകുമ്പോൾ കുറച്ച് ആകുലതകൾ ഉണ്ടാവില്ലേ. കുറേ ആൺപട്ടികളുടെ ഇടയിൽ കൂട്ടിലടയ്ക്കപ്പെട്ട രീതിയിലൊക്കെ ഒരു അമ്മയാവാൻ പോകുന്ന ഒരു പട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ പേടി ഉണ്ടാവുന്ന കാര്യമാണ്. അവറ്റങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ സേഫാക്കാം എന്നുള്ളതാണ് ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സ്നേഹവും അലിവും ഉള്ള ആ ഒരു യജമാനത്തി അല്ലെങ്കിൽ ആ ജ്യേഷ്ഠൻ്റെ വൈഫിനോട് ആ പട്ടിക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നു. ആ പ്രസവ സമയത്തും ഗർഭകാലത്തും ഒക്കെ വളരെ നല്ല രീതിയിൽ അവർ പരിചരിച്ചിട്ട് അതിന് 6-7 കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഇവർ കൊണ്ടുവന്ന പട്ടിയാണ്. പക്ഷേ ആ പട്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റം അത് അവിടെ പോയി കൂടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു, അവിടെ പ്രസവിച്ചു. അപ്പോൾ ആ 6 കുട്ടികളെയും അവർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പട്ടീനെയും കാണിക്കുന്നുണ്ട്. വളരെ റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ആ 6 കുട്ടികളെയും തീറ്റിക്കുന്നതും അതിനെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്യിക്കുന്നതും അടക്കമുള്ള അവരുടെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊട്ടും എളുപ്പമല്ല. അതെന്തുകൊണ്ടായിരിക്കും അവർ ആ മൃഗങ്ങളെ അല്ലെങ്കിൽ ഏത് മൃഗമായാലും പൂച്ചയായാലും പട്ടിയായാലും അതിനോട് വളരെ മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഒരകൽച്ചയും പാലിക്കാതെ ആ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് അവർ തലോലിക്കുന്നു. അതവർ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് അവർ ബ്ലോഗിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് ഇപ്പുറത്തുള്ളവർ വിമർശിക്കുന്നുണ്ട്. അവർ ആ ഒരു ബൈറ്റ് എടുത്ത് വെച്ചിട്ട് സാധാരണ വ്ളോഗിൻ്റെ ഇടയിൽ അത് കുത്തിക്കയറ്റുന്നു. അത് വാട്ടെവർ ഇറ്റ് ഈസ് അവർ നല്ല രീതിയിൽ അതിനെ പരിചരിക്കുന്നുണ്ട്. അതിന് അവർ എടുക്കുന്ന സമയം, അവർ കാണിക്കുന്ന ആ ഒരു റിസ്ക് നമ്മൾക്ക് ഒരു സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സ്ട്രേ ഡോഗ്സിനെ തീറ്റിപ്പോറ്റുന്നവരാണ്. അത് പക്ഷേ ഒരു സെക്യൂരിറ്റി കൺസേൺ രാത്രിയൊക്കെ അവർക്ക് സുരക്ഷിതത്വം നൽകുമെന്നുള്ള ഒരു മനോനില കൂടുതൽ അതിനടുപ്പിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മക്കളുടെ പോലെയാണ് ആ ചെറിയ പട്ടിക്കുട്ടികളെയും അല്ലെങ്കിൽ ആ പേളീനെയായാലും നോക്കണത്. അപ്പോൾ ഇതൊക്കെ 2 വ്യക്തികളുടെ 2 വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളോടും പട്ടികളോടുമുള്ള സമീപനമാണ്. പിന്നെ അയാൾ പരിപാലിക്കുന്ന രീതിയും ഒട്ടും ഈസിയായി കൂട്ടിലാക്കുന്നതും തുറന്നു വിടുന്നതും പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ പട്ടികളൊന്നും പുറത്തില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവരും. അപ്പോൾ 2 പേരും മനുഷ്യത്വമുള്ളവരാണ്, മൃഗസ്നേഹികളാണ്, കൃഷിയെ സ്നേഹിക്കുന്നവരാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. എങ്കിൽ പോലും അവരുടെ ഇടയിലുള്ള പൊതുവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന
ചില ഇഷ്യൂസ് അത് പൊക്കി കാണിച്ച് വീഡിയോയിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് കൂടുതൽ കുടുംബ ബന്ധങ്ങളിൽ ഒരു അകൽച്ച ഉണ്ടാവാനല്ലാതെ അത് വേറെ ഒന്നിനും സഹായിക്കില്ല. എന്തൊക്കെയായാലും എവിടെയായാലും ഒരേ അമ്മ പ്രസവിച്ച മക്കൾ തന്നെ വഴക്കുണ്ടാവുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ വീടുകളിൽ നിന്ന് വരുന്ന മരുമക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടാവും. എന്തൊക്കെയായാലും ഒരു വീട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് വളരെ യൂണിറ്റിയോടുകൂടി ജീവിക്കുന്നു, നിസ്സാരമായ ചെറിയ പ്രശ്നങ്ങൾ, ഒരേ തൊഴിൽ ചെയ്യുന്ന രണ്ടുപേര് ഒരു വീട്ടിൽ ഉണ്ടാവുമ്പോഴത്തെ നാച്ചുറലായിട്ടുള്ള ചില അസൂയകൾ അതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും ഈ പട്ടിയെ പറ്റിയിട്ടുള്ള ഈ കൗതുക കഥകൾ, ഇവർ തമ്മിലുള്ള ഇഷ്യൂസ്, ഒരു പട്ടി സ്നേഹം കൊതിച്ച് അത് അമ്മയാവാൻ പോകുമ്പോൾ ആകുലതയോടുകൂടി അഭയം തേടുന്നത് അനിയൻ്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത്, അതിനെ കൊണ്ടുവന്നത് അനിയനായതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് നിങ്ങൾ പട്ടി പ്രസവിച്ചത് അറിഞ്ഞില്ലേ? ആ ചോദ്യം ഇവരെ ശരിക്കും ചൊടിപ്പിച്ചു. കാരണം ഇവരാണ് എല്ലാ റിസ്ക് കൊടുത്ത് ആ പട്ടിയെ കൊണ്ടുവന്നത്. അതിന് കൂട്ടിലടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഇവരെ കാണുമ്പോൾ ഓടിപ്പോയി അപ്പുറത്ത് അഭയം തേടുന്നു. അതൊന്നും ഇവരുടെ ആരുടെയും തെറ്റുകളല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.